എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് മാഞ്ചസ്റ്ററിൽ നിന്ന് 50 മൈൽ ദൂരെയുള്ളതായ ലൗഡെയിൽ എന്നതായ മൗണ്ടൻസിലാണ്. വളരെ ഉയർന്നതായ, അതിൻ്റെ കണക്കെനിക്കറിയില്ല, വളരെ ഉയർന്നതായ ഒരു പർവ്വതം. അതിൻ്റെ പർവ്വതത്തിന് മുകളിൽ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പല കാര്യങ്ങളും ദൈവവചനത്തിൽ ഓർക്കാൻ തക്കണം ഇടയായി. പർവ്വതങ്ങൾ എന്ന് പറയുന്നത് എന്നും യഹൂദിൻ്റെ ജീവിതത്തിൽ, അഥവാ പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതത്തിൽ പ്രചോദനമായിരുന്നു. മനുഷ്യ ജീവിതം ആദ്യമായിട്ട് ഉരുവാകപ്പെടുന്നത്, സൃഷ്ടിക്കപ്പെടുന്നത് ഒരു പർവ്വതത്തിന് മേലാണ്. ആദമുനി ഹവ്വയും കർത്താവ് ദൈവമായ യഹോവ സൃഷ്ടിച്ചതിന് ശേഷം അവരെ ഒരു തോട്ടത്തിലാക്കി. ആ തോട്ടം പർവ്വതത്തിലായിരുന്നു നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. കാരണം അതിൽ നിന്ന് 4 നദികൾ ഒഴുകി താഴെ കീഴേക്ക് ഒഴുകി പോകുന്നതായിട്ട് ദൈവവചനം പ്രസ്താവിക്കുന്നുണ്ട്. 4 നദികൾ. ഏതിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടത് 4 ശാഖകളായി പിരിഞ്ഞു വന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നതുകൊണ്ട് അതൊരു പർവ്വതത്തിന്മേലാണ് എന്ന് നമുക്ക് വിശ്വസിക്കുകയും നമുക്ക് അനുമാനിക്കുകയും ചെയ്യാം. അനേക പർവ്വതങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏദൻ തോട്ടം, മോറിയ മല, അതുപോലെ തന്നെ താബോർ മല, അങ്ങനെ കർമേൽ മല, സീനായ് മല, ഹോരേബ്. പർവ്വതങ്ങളെന്നും യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്രയമായിരുന്നു. അതുകൊണ്ടായിരിക്കണം 121 സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പാടിയിരിക്കുന്നത്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. അങ്ങനെ പർവ്വതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നതായ ഒരു ഭക്തന്റെ പർവ്വതത്തിൽ അനേക കാര്യങ്ങളെ കാണുവാൻ തക്കണം ഇടയായിട്ട് തീരും. ഈ അനേക പർവ്വതങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു പർവ്വതമാണ് എന്നെ ഏറ്റവും സ്പർശിയായി അത് സ്പർശിച്ചത്. കാൽവറിയിലെ, അഥവാ യെരുശലേമിലെ 30 അടി ഉയരമുള്ളതായ ഒരു ചെറിയ മല, അതിനെ ഗോൽഗോത്ത മലയെന്നും കാൽവറി മലയെന്നും തലയോടിയുടെ ഒന്നും വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും ആ പർവ്വതം മനുഷ്യ ചരിത്രത്തിൻ്റെ പാപിയായ മനുഷ്യൻ്റെ വിടുതലിന് അത് കാരണമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയും. ആ പർവ്വതത്തിന്മേലാണ് മനുഷ്യരാശിക്ക് വേണ്ടി ഒരു കുഞ്ഞാട് കുരുളറക്കപ്പെട്ടത്. ആ പർവ്വതത്തിൽ വെച്ചാണ് ഒരു അട്ടഹാസം: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്നും ഒടുവിലായിട്ട് സകലത് നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച്, കുരിശിന്മേൽ തല ചായ്ച്ച്, തോളിന്മേൽ തല ചായ്ച്ച് തൻ്റെ ജീവനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതും. നെബോയുടെ ഉയരങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്തോത്രം, മോശ അത് നെബോയുടെ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു. അവിടെ വെച്ചാണ് മോശ ഇഹലോകവാസം വെടിയുവാൻ തക്കണം ഇടയായിട്ട് തീർന്നത്. എല്ലാ പർവ്വതങ്ങളെക്കാളും നമ്മുടെ ജീവിതത്തെ അധികം സ്വാധീനിച്ചതായ ഒരു പർവ്വതമായാണ് കാൽവറി മല, അഥവാ ഗോൽഗോത്ത. സിനായ് മലയിലെ അത് അഗ്നി കത്തിയപ്പോൾ, ഹോരേബിലെ തീ പടർന്നപ്പോൾ, അതുപോലെ തന്നെ സിനായ് മല രക്തവർണ്ണ ശബളമായി തീർന്നപ്പോൾ, മോറിയ മലയിലെ അതെ ദൈവിക പ്രതിഷ്ഠിത ഉണ്ടായപ്പോൾ, ഹോരേബിലെ താബോർ മലയിലെ സ്വർഗം തുറന്നപ്പോൾ, കാൽവറി അന്ധകാരം കൊണ്ട് മൂടി, അവിടെ പ്രകാശമില്ലാതെ ആയിത്തീർന്നു. എൻ്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടി കുരുളറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ അട്ടഹാസം, അഥവാ നിലവിളി, ഈ അണ്ടകടാകങ്ങളെ അത് നടുക്കി. സൂര്യൻ ഇരുണ്ടുപോയി, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ ഇരുന്നു. കല്ലറകൾ തുറന്നു, ദേവാലയത്തിലെ തിരശ്ശീല 2ആയിട്ട് ചിന്തിപ്പോയി. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടന്ന ഒരു ഇരുളില. അതെ, കാൽവരി അന്ധകാരം കൊണ്ട് മൂടി. നമുക്കൊരു വീണ്ടെടുപ്പ് അതുപോലെ സാധ്യമാകാൻ തക്കണം ഇടയായിട്ട് തീർന്നു. അനേക മലകൾ നോക്കുമ്പോൾ ഈ മലകളെക്കാളൊക്കെ സ്നേഹിക്കുന്ന ആ കാൽവറി മലയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇനി ഒടുവിലായിട്ട് ഒരു മലയുണ്ട്, സ്വർഗീയ സിയോൻ മല. ആ സിയോൻ മലയിലേക്കുള്ള യാത്രയാണ്. 84-ാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: ബലം നീനുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിലെ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴ അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. അങ്ങനെ അവൻ മേൽക്കുമേ ബലം പ്രാപിക്കുന്നു. നമ്മെല്ലാവരും സിയോനിലെ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ആ നിത്യപർവ്വതത്തിലേക്കുള്ള യാത്രയിൽ ആണ് ഞാനും നിങ്ങളും.
അങ്ങ് ചെന്നെത്തും വരെയും ഈ യാത്ര തുടരുവാൻ തക്കണം ആവശ്യമായ ബലം പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വാക്കുകൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ.